ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ ലൊക്കേഷനൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടാകും. ഞാനിപ്പോൾ സ്ഥലത്തില്ല, നാട്ടിലില്ല, കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചി വന്നാൽ നമ്മൾ വീഡിയോനൊന്നും ഒരു കോട്ടവും വരുത്തരുതെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LST വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. കാരണം ഒരുപാട് ടിപ്സും ട്രിക്സൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. അതുകൂടാതെ തന്നെ പിച്ച് റിപ്പോർട്ടും അതുകൂടാതെ ഓരോ പ്ലെയേഴ്സിനെയൊക്കെ പറ്റിയൊക്കെ എക്സ്ട്രീം ലെവൽ വരെ നമ്മൾ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ വീഡിയോ മറക്കാതെ തന്നെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. സോ അപ്പോൾ നമ്മുടെ ഈ ഒരു മത്സരത്തിനെ പറ്റി പറയുന്ന സമയത്ത് മാർച്ച് 23-ാം തീയതി ആണ് ഈ ഒരു 24-ാം തീയതിയാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. 24-ാം തീയതി കൃത്യം 3:30 നമ്മുടെ LST വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള മത്സരം നടക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാൻസി സ്റ്റേഡിയം, അതായത് നമ്മുടെ ജയ്പൂർ, നമ്മുടെ രാജസ്ഥാൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യുക. കാരണം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഈ ഫൈനൽ ടീംസും അതുപോലെ തന്നെ ടിപ്സും ട്രിക്സൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് യൂസ്ഫുൾ ആയിട്ട് എന്തായാലും ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഇതിലാട്ടോ കിട്ടുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിലോട്ട് തിരിച്ചു വരാം. RR വേഴ്സസ് LST തമ്മിലുള്ള മത്സരത്തിന്റെ പിച്ച് റിപ്പോർട്ടിനെ പറ്റി തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങാം. നമ്മുടെ സവായ് മാൻസിംഗ് സ്റ്റേഡിയം 2023 നടന്ന മത്സരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കണ്ടക്റ്റീവ് ടു ബാറ്റിംഗ് കുറച്ചുകൂടി നല്ല രീതിക്കാണ്. അതുപോലെ അപ്പിയർ ടു സ്ലോ ആൻഡ് ലോ ഹെൽപ്ഫുൾ ഇൻ ദ സ്പിന്നേഴ്സ്. അതായത് ബാറ്റിങ്ങിന് അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ടാണ്. അതുകൂടാതെ സ്പിന്നേഴ്സിനും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുകൂടാതെ പറയുകയാണെങ്കിൽ അതായത് ഫസ്റ്റ് ബോളിംഗ് ചൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് ഇവിടെ പറയുന്നത്. സോ നിങ്ങൾ എന്തായാലും ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിച്ചിനെ പറ്റി കുറച്ച് ഡീപ്പായിട്ട് തന്നെ പറയാം. ഇതുവരെ ഈ ഒരു ഗ്രൗണ്ടിൽ 5 മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ബാറ്റിംഗ് ചൂസ് ചെയ്ത് വിൻ ചെയ്തിട്ടുള്ള 3 ടീമും സെക്കൻഡ് ബാറ്റിംഗ് ചൂസ് ചെയ്ത് വിൻ ചെയ്ത 2 ടീമുമാണ്. ഇതിലൊന്നും വലിയ കാര്യമില്ല, കാരണം 5 മത്സരമേ ഉള്ളൂ. അധികം ഒന്നും നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ടില്ല ഇതിന്. അതുപോലെ അത് ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ 172 റൺസാണ്, 172 റൺസ്. അതുപോലെ തന്നെ ആവറേജ് സെക്കൻഡ് ഇന്നിംഗ് സ്കോർ 142 റൺസുമാണ്. ഓക്കെ, അതുകൂടാതെ ഹൈയസ്റ്റ് ടോട്ടൽ റൺസ് നോക്കുന്ന സമയത്ത് 217 റൺസാണ് ഹൈയസ്റ്റ്. അത്രയ്ക്കേ വന്നിട്ടുള്ളൂ, അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് ഹൈദരാബാദ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിൽ കളിച്ചായിരുന്നു. ലോവസ്റ്റ് സ്കോർ നോക്കുമ്പോൾ 59 റൺസ് രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ബാംഗ്ലൂർ തമ്മിലുള്ള മത്സരത്തിലായിരുന്നു. ഐ തിങ്ക് അതൊരു കഴിഞ്ഞ സീസണത്തെ മത്സരമാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ ഒരു പിച്ചിനെ പറ്റി കുറച്ചുകൂടെ ഡീപ്പായി പറയുകയാണെങ്കിൽ സ്പിന്നേഴ്സിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫസ്റ്റ് ബോൾ ചെയ്യാൻ കുറച്ചുകൂടെ ബെറ്റർ ആണ്. അതുകൂടാതെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ സേഫ് പിക്കാണ് ഈ ഒരു പിച്ചിൽ. സോ അതുകൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. ഏത് ടീമിലത്തെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരാണെങ്കിലും കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുകൂടാതെ എനിക്ക് പറയാനുള്ളത് പ്ലേയേഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നായിട്ട് 2-3 ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തരാം. എന്തുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നതിനുള്ള ഡീറ്റെയിൽസ് ആദ്യം ഞാൻ പറയാം. നമ്മൾ ഡ്രീം ഇലവനൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ഡിസ്കൗണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻസിലൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ഒരു സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ് ഇവിടെ. ആ ഒരു ഇന്റർഫേസ് മാത്രമേ ചേഞ്ച് ഉള്ളൂ, യൂസർ ഇന്റർഫേസ് മാത്രമേ ചേഞ്ച് ഉള്ളൂ, വേറെ ഒന്നും ഇവിടെ ചേഞ്ച് ഇല്ല. അപ്പോൾ നമ്മൾ ഡ്രീം ഇലവനൊക്കെ എടുത്തിട്ട് 299 രൂപയ്ക്ക് കളിക്കുന്ന കോൺടസ്റ്റ് ഇവിടെ വന്നതിന് വേറെ 260 രൂപ കളിക്കാൻ സാധിക്കും. അതേ ഫസ്റ്റ് പ്രൈസ് ആണ്. നമ്മുടെ ആപ്പിന് കിട്ടുന്ന കമ്മീഷൻ മാത്രം അവിടെ കുറയും, അത്രയേ ഉള്ളൂ. ഡ്രീം ഇലവനിൽ 290, 300 കൊടുത്ത് കളിക്കുന്ന 3 ആൾ കളിച്ച് 1200 രൂപ. അതേസമയം ഇവിടെ 260 രൂപ വെച്ച് 3 ആൾ കളിച്ച് 1040 രൂപ. ഈ 1040 രൂപ ആപ്പിനും 1000 രൂപ നമുക്കുമാണ് തരുന്നത്. സോ അപ്പോൾ ശ്രദ്ധിക്കുക, 40 രൂപ അവരെടുത്തുള്ളൂ. അതേസമയം നമ്മുടെ ഡ്രീം ഇലവൻ ആണെങ്കിൽ 120 രൂപയാണ് ഒരാളുടെ ടോട്ടലായിട്ട് എടുക്കുന്നത്. സോ അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. 120 അല്ല, 160 രൂപ ഒരു മാച്ചിൽ നിന്ന്, അതായത് ഒരു കോൺടസ്റ്റിൽ നിന്ന്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൂടാതെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരു കിടില ഫീച്ചർ ഉണ്ട്, ഡ്യുവോ എന്ന് പറയും. അതായത് 2 പ്ലെയേഴ്സ് തമ്മിൽ കളിക്കുന്ന, 3 പ്ലെയേഴ്സ് തമ്മിൽ കളിക്കുന്ന. ഞാൻ ഒന്ന് എക്സാമ്പിൾ എടുത്ത് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഒരു 5 പ്ലെയേഴ്സ് ഉണ്ടാവില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണെന്ന് നമ്മൾ പിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ അജിൻക്യ രഹാനെയാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ളത്, അദ്ദേഹത്തെ പിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓപ്പോണന്റ് ഇപ്പോൾ സിരാജിനെ വന്ന് പിക്ക് ചെയ്തു. സിരാജ് അധികം പോയിന്റ് ഒന്നും എടുത്തില്ല. നമ്മൾ പിക്ക് ചെയ്ത് അജിൻക്യ രഹാനെയാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്ത് വെച്ചാൽ നമുക്കാണ് അവിടെ വിൻ ചെയ്യുക. അതായത് നമ്മളൊരു ടീം ഡ്രീം ഇലവൻ ടീം ക്രിയേറ്റ് ചെയ്യുന്ന 22 പേരുണ്ടാവും. അതിൽ 11 പേരെയൊക്കെ നമ്മൾ ചൂസ് ചെയ്യണം. ഇവിടെ അങ്ങനെയൊന്നുമില്ല, 5 ആളെ തന്നിട്ട് നമ്മൾ ഈസി ആയിട്ട് പിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ, നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വയ്യെങ്കിൽ നമ്മുടെ ഓപ്പോണന്റ് ഇവിടെ ആരെ പിക്ക് ചെയ്ത് കാണാൻ പറ്റും, ഗെയ്ക്വാഡിനെയാണ്. അപ്പോൾ ഗെയ്ക്വാഡ് അല്ലാതെ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള മറ്റാരാണ് അവരെ പിക്ക് ചെയ്യുക. അധികം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ഈസി ആയിട്ട് വിൻ ആകാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് കുബേര ഫാന്റസി. അതുകൂടാതെ വേറൊരു കിഡിൽ ആപ്ലിക്കേഷൻ ഉണ്ട്, വിഷൻ ഇലവൻ എന്ന പേര്. ഇതും അടിപൊളിയാണ്. നമ്മുടെ ഡ്രീം ഇലവൻ കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ പറയത്തുള്ളൂ, റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. കാരണം അത്രയും നല്ല കിഡിൽ ആപ്ലിക്കേഷനാണ്. പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ
മത്സരങ്ങളും ഒരുപാട് തരം വെറൈറ്റി കോണ്ടസ്റ്റുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒരുപാട് കോണ്ടസ്റ്റുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൂടാതെ ഇൻവെസ്റ്റ്മെൻറ്റ് ലീഡർ ബോർഡ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. ഒരുപാട് കോണ്ടസ്റ്റ്, ഒരു മാച്ചിൽ ഏകദേശം 224 കോണ്ടസ്റ്റ് ആണ്. അതും ഡ്രീം 11നെക്കാട്ടിലും എൻട്രി ഫീസ് കുറവായിട്ടാണ് നമ്മുടെ വിഷൻ 11 കൊടുക്കുന്നത്. അതുകൂടാതെ ഇവിടെ GST എന്ന് പറഞ്ഞ സാധനമില്ല. യു പ്ലേ വി പേ, അതാണ് ഇതിൻ്റെ റൂള്. അതായത് നിങ്ങൾ കളിച്ചോളൂ, GSTയും കാര്യങ്ങളൊക്കെ അവർ പേ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു കിടിലൻ ഓഫർ അല്ലേ, വിഷനിൽ ഒന്ന് ട്രൈ ചെയ്യുക. അടുത്തൊരു ആപ്ലിക്കേഷൻ സ്പോട്ടസിയാണ്. ഇത് ഞാൻ കളിക്കാൻ എന്താ കാരണം എന്ന് പറഞ്ഞുതരാം. ഇത് നമ്മുടെ കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ഹെഡ് ഓഫീസൊക്കെ എറണാകുളത്താണ് വരുന്നത്. ഇതിനെപ്പറ്റി മറ്റ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 1 രൂപയ്ക്ക് നിങ്ങൾക്ക് എത്ര രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഇപ്പോൾ 1 രൂപയാണ്, 2 രൂപയാണ്, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നിങ്ങൾക്ക് ഇവിടെ കളിക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഇപ്പം നമുക്ക് എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണ്, 1 രൂപയ്ക്ക്, 2 രൂപയ്ക്ക്, 3 രൂപയ്ക്ക്, 9 രൂപയ്ക്കൊക്കെ കോണ്ടസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏതാണോ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നതിന് കളിക്കാൻ സാധിക്കും. അത് കൂടാതെ ഇവിടെ പോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണ്, നമ്മളെ കുബേര ഡ്യൂ ഓപ്ഷൻ കണ്ടില്ല, ആ ഒരു സെയിം ആണ്. ഈസി ആയിട്ട് ഇതും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ആണ്. ഇതൊന്നും അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് വിന്നിംഗ് പോസിബിലിറ്റി കൂടുതലായിരിക്കും. ഓൾറെഡി നിങ്ങൾക്ക് ഡ്രീം 11 കളിച്ച് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. സോ അതിന്റെ ബേസിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഹൈ ആയിരിക്കും. ഓക്കെ, അതുകൂടാതെ ചോയ്സ് 11, ബാറ്റ് ബോൾ 11 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മത്സരത്തിലോട്ട് തിരിച്ചു വരാം. കളിക്കാൻ പോകുന്ന 11 പ്ലേയേഴ്സും ഇതിന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയുള്ള പിക്സും അതുകൂടാതെ ഒരു റഫറൽ ടീമും കൂടെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരാം. ഓക്കെ, വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക, മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യരുത് ഗൈസ്. കഴിഞ്ഞു, പ്രമോഷൻ കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ രാജസ്ഥാൻ റോയൽസിൽ കളിക്കാൻ പോകുന്ന 11 പേര് ആരൊക്കെയാണ് നോക്കുക. ജോസ് ബട്ട്ലർ, അതുപോലെ തന്നെ ജയ്സ്വാൾ, സഞ്ജു സാംസൺ, റിയാൻ പരാഖെ, ഷിരോൺ ഹെറ്റ്മേർ, ധ്രുവ് ജുവൽ, അതുകൂടാതെ രവിചന്ദ്ര അശ്വിൻ, ജെയ്സൺ ഹോൾഡർ, അതുകൂടാതെ ട്രെന്റ് ബോൾട്ട്, സന്ദീപ് ശർമ്മ, യുവനേന്ദ്ര ചഹൽ. ഇത്രയും പേരാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ലക്നോ സൂപ്പർ ഗെയിനേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ KL രാഹുൽ, അതുപോലെ തന്നെ കൈൽ മയേഴ്സ്, ദീപക് ഹൂഡ, മാർക്കസ് ടോണി, കൃണോൾ പാണ്ഡ്യ, നിക്കോളസ് പൂറൻ, ആയുഷ് ബദോനി, നവീനുള്ള, അതുകൂടാതെ നമ്മുടെ ആവേശ് ഖാൻ, അതുകൂടാതെ യുവേന്ദ്ര സിംഗ് ചരക്, അതുകൂടാതെ രവി ബിഷ്ണോയ്. ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ളത്. ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്പെഷ്യൽ ടിപ്സ് വരാമെന്ന് പറഞ്ഞില്ലേ, അതാണിത്. ഷിരോൺ ഹെറ്റ്മേർ വെസ്റ്റ് ഇൻഡീസിൻ്റെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ആണ്, ഗെയിം ചേഞ്ചറാണ്. ഒരുപാട് മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ഗെയിം ചേഞ്ചറായി മാറിയ ഒരു പ്ലെയർ ആണ്. അതുകൂടാതെ ഒരു അഗ്രസീവ് ആയിട്ടാണ് പുള്ളിക്കാരൻ പ്ലേ ചെയ്യാറുള്ളത്. അതുകൂടാതെ പുള്ളിയുടെ കൺസിസ്റ്റൻസി ഇല്ല, ബട്ട് ചില സമയങ്ങളിൽ അൺപ്രഡിക്റ്റബിൾ മാൻ. ഓക്കെ, അതുകൂടാതെ നമ്മുടെ നിക്കോളസ് പൂറൻ. ഈ വെസ്റ്റ് ഇൻഡീസ് പ്ലെയേഴ്സൊക്കെ വേറെ ലെവലാണ്. കാരണം അവരുടെ എപ്പോഴാണ് ഈ കലി ഇളകി വരിക എന്ന് പറയാൻ പറ്റില്ല. അതായത് ഭയങ്കര അഗ്രസീവായി കളിക്കില്ല. നമ്മുടെ ഹാർദിക് പാണ്ഡ്യ പോലെയൊക്കെ ചില സമയങ്ങളിൽ വാണ്ടഡ് ആയിട്ടുള്ള ടൈമിൽ ഇങ്ങനെ ഫയർ ആവില്ലേ. നമ്മുടെ ധോണി, അങ്ങനെ കുറച്ച് പേരുണ്ട് അങ്ങനെ പെട്ടെന്ന് ഫയർ ആവും. നമ്മുടെ ദിനേശ് കാർത്തിക്, അങ്ങനെ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു പ്ലെയറാണ് നിക്കോളസ് പൂറനും. അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴും അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. നല്ലൊരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്, ബട്ട് നന്നായി കളിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. പിന്നെ ഈ ഒരു മാച്ചിൽ നിങ്ങൾ കുറച്ച് പ്ലെയേഴ്സിനെ വാച്ച് ചെയ്യാനുണ്ട്. അതായത് നിങ്ങളുടെ ടീമിൽ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് പ്ലെയേഴ്സ് ജയ്സ്വാൾ, ചഹാൽ, എലസ്റ്റീനാണ്, രാഹുലും ഡീകോക്കും. ഓക്കെ, ഇതൊരു കോംബോ തന്നെ പറയാം. ഇവരില്ലാതെ നിങ്ങൾ ടീം ഇട്ട് കഴിഞ്ഞാൽ മേ ബി പോസിബിലിറ്റി ലോ ആയിരിക്കും വിന്നാവാൻ. ഹൈ എന്ന് ഈ ഓപ്പോസിറ്റ് വേണമെന്ന് വരുന്നത് അതൊന്നും ഈ ഒരുപാട് കാലം ഈ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്ലാങ് ഒന്ന് തിരിച്ച് വന്നു കഴിഞ്ഞാൽ സെറ്റാവും. ഓക്കെ, അപ്പം നമ്മുടെ ടീമൊന്ന് സെറ്റാക്കാം. രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് LSG ലക്നോ സൂപ്പർ ഗെയിനേഴ്സ്. അപ്പോൾ നമ്മുടെ ടീം നോക്കുന്ന സമയത്ത് KL രാഹുലിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ടോപ്പ് ലെവലിൽ തന്നെ ജോസ് ബട്ട്ലർ, ഡീകോക്ക്, എത്ര പേരൊക്കെയാണല്ലേ, ആരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. വഴിയുണ്ടാക്കാം. ലൈനപ്പ് വന്നതിന് ശേഷം നല്ലൊരു ടീം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു GL ടീമും ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. രവിചന്ദ്ര അശ്വിൻ ഇപ്പോൾ തൽക്കാലം നമ്മൾ എടുക്കുന്നില്ല. നമ്മുടെ ദേവൂട്ട് പഠിക്കലൊക്കെ ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. ഷിരോൺ ഹെറ്റ്മേർ നല്ലൊരു ഓപ്ഷനാണ്. ഡീകോക്ക്, സഞ്ജു സാംസൺ, 4 ബാറ്റ്സ്മാൻമാരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾറൗണ്ടേഴ്സ് നമ്മുടെ ട്രെന്റ് ബോൾട്ടിനെ എടുത്തിട്ടുണ്ട്, ചഹാലിനെ എടുത്തിട്ടുണ്ട്, ബിഷ്ണോയിനെ എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് സ്പിന്നേഴ്സിന് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് ഓർഡർ കുറച്ച് ബാറ്റിങ്ങും അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കെയിൽ മയേഴ്സിനെ നിങ്ങൾക്ക് വേണമെങ്കിലും ഒഴിവാക്കാം, അല്ലെങ്കിൽ ഷിരോൺ ഹെറ്റ്മേറിനെ ഒഴിവാക്കിയതിന് ശേഷം അശ്വിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അശ്വിനെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ടീം ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്യാപ്റ്റൻ VC കൊടുക്കുന്നതിന് മുന്നേ
നമ്മുടെ LSTയിൽ ബൗളിംഗ് സ്ട്രെങ്ത് കുറച്ച് കുറവാണ്. അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതുപോലെ പ്ലെയേഴ്സിനെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ക്യാപ്റ്റൻ VC ഭയങ്കര റിസ്ക് ആണ്. ജയ്സ്വാളിനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 റൺ അടിച്ചു കഴിഞ്ഞാൽ ഔട്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പോസിബിലിറ്റി ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്കൊരു സേഫ് ഓപ്ഷൻ സ്റ്റോണിസ് ഒന്നും നോക്കാനില്ല. ബാറ്റിംഗ് എന്തായാലും കിട്ടും, ബോളിങ്ങും മേ ബി കൂടുതലും കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ വൈസ് ക്യാപ്റ്റൻ നമുക്ക് ബട്ട്ലറിനെയും കൊടുക്കാം, ഒരു റിസ്ക് കുറഞ്ഞ് കിട്ടി അവിടെ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ പ്രിവ്യൂ ടീം. ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ, ഡീകോക്ക്, KL രാഹുൽ, കെയിൽ മയോസ്, ജയ്സ്വാൾ, അതുകൂടാതെ രവിചന്ദ്ര അശ്വിൻ, മാർക്കസ് സ്റ്റോണിസ്, യുവരേന്ദ്ര ചഹൽ, ട്രെന്റ് ബോൾട്ട്, രവി ബിഷ്ണോയ്, ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ള. ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം മാത്രമുണ്ട്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ. അപ്പോൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗുഡ് ബൈ ഫ്രണ്ട്സ്.